മാർക്കറ്റിൽ ഒരുപാടധികം മെഡിസിൻസ് ഉണ്ട് പീരിയഡ്സ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ അത് കൺസ്യൂം ചെയ്യുന്നത് തന്നെ ഒരുമാതിരി ചോക്ലേറ്റ് കഴിക്കുന്ന പോലെയാണ്. അതുകൊണ്ട് തന്നെ ആർക്കും അതിനോട് വലിയ അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണ് അല്ലെങ്കിൽ സിംറ്റംസ് നമ്മൾ ഭാവിയിൽ എന്താ അനുഭവിക്കേണ്ടതെന്ന് ഒന്നും അറിയത്തില്ല. സോ നമ്മൾ ഡെയിലി ബേസിസിൽ അത് കൺസ്യൂം ചെയ്യുമ്പം എന്താണ് അതിൻ്റെ മെയിൻ പ്രോബ്ലം അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് സംഭവിക്കാൻ പറ്റുന്നത് എന്നൊന്ന് പറയുമോ? ഇപ്പോൾ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന കാര്യമാണ്, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മാരേജ് വരുന്നുണ്ട്, ഇല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ മാരേജ് ഉണ്ട്, ഇല്ലെങ്കിൽ നമുക്കൊന്ന് ടെമ്പിളിൽ പോകേണ്ട ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫാർമസി പോകുന്നു, ചോദിക്കുന്നു, മരുന്ന് കഴിക്കുന്നു എന്നുള്ളത്. അതിൻ്റെ വരും വരായികളെ പറ്റിയിട്ട് നമ്മൾ ആരും ശരിക്കും ചിന്തിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മരുന്ന് ശരിക്കും ഒൺസിനെ വയൽ എടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും വരുന്നില്ല. പക്ഷേ അത് എപ്പോഴും ഒരു ഡോക്ടറിൻ്റെ അറിവോടെ കൂടെ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ മരുന്ന് എടുക്കുന്നത് നമുക്ക് സേഫ്. നമ്മളിപ്പം നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് ഹോർമോൺസ് റെഗുലേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം നമ്മളത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ റെഗുലറായിട്ട് വരുന്ന സൈക്കിളിന് ചെറിയ ഡിസ്റ്റർബൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളത് വളരെ നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫെർട്ടിലിറ്റി ഇഷ്യൂസ് വരാനുള്ള ചാൻസും കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ മരുന്ന് എടുത്തു കഴിഞ്ഞിട്ട് നമ്മളിത് നിർത്തുന്ന സമയത്ത് നമുക്ക് പീരീഡ്സ് വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ചിലപ്പം ക്രാംസ് വരാനുള്ള ചാൻസ് ഉണ്ട്, മൂഡ് സ്വിങ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെഡ് ഏക്ക്, ബ്രസ്റ്റ് ടെൻഡർനെസ് വരുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മളത് അവയർനെസ്സോട് കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ടെൻഷൻ ഉണ്ടാവുന്ന കാര്യമില്ല. അതുകൊണ്ട് എപ്പോഴും അത് എടുക്കുമ്പോൾ ഒരു ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസിൻ്റെ കീഴിൽ തന്നെ എടുക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ലിവർ ഡിസീസ് ഉണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് ഹാർട്ടിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ട്, നമ്മുടെ ബ്ലഡിന് എന്തെങ്കിലും ഒരു ക്ലോട്ടിങ് പ്രശ്നമുണ്ട്, അങ്ങനെ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഹോർമോണൽ പില്ല് എടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഹെൽത്ത് ഒരു ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഈ മരുന്ന് എടുക്കുന്നതാണ് എപ്പോഴും സേഫ്. വൺസിനെ വലുത് എടുക്കുന്നത് എപ്പോഴും സേഫാണ്, കുഴപ്പമില്ല. നമ്മളപ്പോൾ ഈ ടാബ്ലറ്റ് നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ എത്ര ദിവസം പ്രയർ ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്? ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എത്ര ദിവസം കണ്ടിന്യൂസ് എടുത്തതിന് ശേഷമാണ് നമുക്ക് പീരിയഡ്സ് എക്സ്പെക്ട് ചെയ്യാനും പറ്റുന്നത്? അതായത് ഇപ്പോൾ നമ്മുടെ ഡേറ്റിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു 5 to 7 days മുന്നെങ്കിലും നമ്മൾ ഈ ഡ്രഗ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ന് വരയ്ക്കാണോ ആവശ്യം, അതായത് നമുക്ക് എന്നത്തേക്കാണ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു നമ്മളതിന് വേണ്ടി മാറ്റി വെക്കുന്നത്, അന്ന് വരയ്ക്കും ഈ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ഒരു 3 to 5 days കഴിയുമ്പോഴായിരിക്കും നമ്മൾ മരുന്ന് നിർത്തി ഒരു 3 to 5 days ഉള്ളിലായിരിക്കും നമുക്ക് പീരീഡ്സ് വരിക.